ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ പാത്തൂസ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 1 മിഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന പാഠഭാഗവുമായിട്ടാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ പാഠത്തിലോട്ട് പോവാം. നമ്മുടെ ഒന്നാമത്തെ ലെസണിന്റെ പേരാണ് മിഡീവൽ ഇന്ത്യ ദ സെന്റേഴ്സ് ഓഫ് പവർ. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. ഈ പാഠത്തിൽ നമ്മൾ മധ്യകാല ഇന്ത്യയെ കുറിച്ചാണ് പഠിക്കുന്നത്, അതായത് മിഡീവൽ ഇന്ത്യയെ കുറിച്ച്. അപ്പം നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മുടെ പാഠത്തിൽ ഒരു ലെറ്റർ കാണാനല്ലേ, അത് ആരെഴുതിയ ലെറ്റർ ആണ്? നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഐ ആം ദ റിവർ യമുന. You might have heard of me. I am one of the tributaries of the Ganga, the longest river in India. I originate from the Yamunotri in Uttarakhand. Delhi is one of the important cities on my way. The Qutub Minar, the Iron Pillar of Mehrauli, the Juma Masjid, the Red Fort, the India Gate, many such majestic historical monuments can be found here. Delhi has witnessed the rise and fall of several dynasties. കൂട്ടുകാരെ, ഇത് നമ്മുടെ യമുന റിവറിന്റെ ഒരു ലെറ്റർ ആണ്. നമ്മൾ റീഡ് ചെയ്തു അല്ലേ? ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ഐ ആം ദ റിവർ യമുന. ഞാനാണ് യമുന നദി. യു മൈറ്റ് ഹാവ് ഹിയർഡ് ഓഫ് മീ. നിങ്ങൾ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഐ ആം വൺ ഓഫ് ദി ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ഗംഗ. ഞാൻ ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ്. ദി ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഗംഗാ നദിയാണ് ഏറ്റവും വലിയ നദി ഇന്ത്യയിലെ. ഐ ഒറിജിനേറ്റ് ഫ്രം ദി യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡ്. യമുന റിവർ ഒറിജിനേറ്റ് ചെയ്തത്, ഉത്ഭവിച്ചത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി എന്ന സ്ഥലത്താണ്. ഹി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓൺ മൈ വേ. യമുന നദി ഒഴുകുന്ന പാതയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഡൽഹി. The Qutub Minar, the Iron Pillar of Mehrauli, the Juma Masjid, the Red Fort, the India Gate, many such majestic historical monuments can be found here. കുത്തബ് മിനാർ, മെഹ്റൂളിയിലെ അയൺ പില്ലർ, ജുമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ മെജസ്റ്റിക് ഹിസ്റ്റോറിക്കൽ മ്യൂണിമെന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഹിയർ. അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചരിത്രതീതമായ കുറേ സ്ഥലങ്ങൾ കാണാൻ കഴിയും. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സെവറൽ ഡൈനസ്റ്റീസ്. പല രാജവംശങ്ങളുടെയും വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ ഒരു നഗരമാണ് ഡൽഹി. അപ്പോൾ നമ്മുടെ യമുന റിവറിനെ കുറിച്ചും ഡൽഹിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിന് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ലെറ്ററിൽ നിന്നും മനസ്സിലായത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഞാനും 6ാം ക്ലാസ്സിലാണല്ലോ, അപ്പം ഞാൻ എഴുതിയത് ഇതാണ്. അപ്പം ഞാൻ വായിച്ചു തരാം. ഗംഗ ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഗംഗ റിവറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. യമുന റിവർ ഈസ് ദ വൺ ഓഫ് ദി ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ഗംഗ. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് യമുന നദി. യമുന റിവർ ഒറിജിനേറ്റ് ഫ്രം ദി യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡ്. യമുന നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി എന്ന സ്ഥലത്ത് നിന്നാണ്. Delhi has witnessed the rise and fall of several dynasties. ഡൽഹി പല രാജവംശങ്ങളുടെയും വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയാണ്. The Qutub Minar, Iron Pillar of Mehrauli, the Juma Masjid, the Red Fort, the India Gate, many such historical monuments are situated in Delhi. ഇതുപോലുള്ള പല ചരിത്രതീതമായ സ്ഥലങ്ങളും ഡൽഹിയിലുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതിന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താട്ടോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ. Haven't you listened to what the Yamuna spoke about Delhi? Shall we journey into the medieval history of Delhi? നിങ്ങളിപ്പോൾ യമുന റിവർ ഡൽഹിയെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇനി നമുക്ക് ഡൽഹിയുടെ മധ്യകാലത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? The period between CE 8th century and 18th century is generally known as the medieval period in Indian history. CE 8ാമത്തെ നൂറ്റാണ്ട് മുതൽ CE 8ാമത്തെ സെഞ്ചുറി മുതൽ CE 18ാമത്തെ സെഞ്ചുറി വരെ ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു.
ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൽഹിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നല്ല താല്പര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡൽഹിയെ കുറിച്ച് പഠിക്കാം. ഇനി എല്ലാവരും അടുത്ത പേജ് എടുക്കൂ. അക്രോസ് ദ ടോപ്പോഗ്രാഫി ഓഫ് ഡൽഹി. ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ. ഒബ്സർവ് ദ മാപ്പ് ഗിവൻ ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പ് നോക്കൂ. നമുക്കൊന്ന് ഭൂപട വായന നടത്തിയാലോ? ഇതിവിടെ ഡൽഹിയുടെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഡൽഹി എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയുടെ ഓരോ ഭാഗത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് പറയൂ. ഡൽഹിയുടെ പടിഞ്ഞാറേ ഭാഗത്ത് അഥവാ വെസ്റ്റ് ഭാഗത്തായിട്ട് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഉണ്ടല്ലേ, ആരവല്ലി പർവ്വതനിരകൾ. പിന്നെയോ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഗംഗറ്റിക് പ്ലെയിനിലാണ്, അതായത് ഗംഗാ സമതലത്തിലാണല്ലേ. പിന്നെയോ യമുന റിവറിന്റെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ ഗംഗറ്റിക് പ്ലെയിനിലാണ് നമ്മുടെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. യമുന റിവറിന്റെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയുടെ പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. You have seen that Delhi is situated in the Indo-Gangetic Plain. The fertility of the region has been favorable for agriculture progress. നിങ്ങൾ ആ മാപ്പിൽ കണ്ടിട്ടുണ്ടാവും ഇൻഡോ ഗംഗറ്റിക് പ്ലെയിനിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നതെന്ന്. The fertility of the region has been favorable for agriculture progress. അവിടുത്തെ മണ്ണ് കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണാണ്. Observe the location of the Aravalli mountain ranges marked on the map. These mountain ranges helped Delhi to resist the invasions of enemies. നിങ്ങൾ ഇവിടെ ഈ മാപ്പിൽ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് നിൽക്കുന്ന സ്ഥലം ഒന്ന് നോക്കിയേ. ശത്രുക്കൾ ഡൽഹിയിലോട്ട് കടക്കുന്നതിനെ ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് തടയുന്നു. പിന്നെയോ ദ മെസീവ് റോക്സ് ഓഫ് ദിസ് മൗണ്ടൻ റേഞ്ച് സപ്ലൈഡ് ദ സ്റ്റോൺസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിങ്സ്. അവിടുത്തെ അതായത് ഡൽഹിയിലെ ഓരോ ബിൽഡിങ്സ് ഒക്കെ പണിയാനായിട്ട് ആവശ്യമായ കല്ലും മണ്ണൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് തരുന്നു. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. It was these geographical features that attracted the rulers to Delhi. നമ്മുടെ യമുന റിവർ എങ്ങനെയാണ് ഡൽഹിയെ സഹായിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രകൾക്ക്, അതായത് ജലയാത്രകൾക്കൊക്കെ നമ്മുടെ യമുന റിവർ ഡൽഹിയെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഡൽഹിക്ക് ജലം നൽകുന്നു. ഇതുകൊണ്ടാണ് ഈ റൂളേഴ്സൊക്കെ ഡൽഹി അവരുടെ ഭരണത്തിന്റെ ആസ്ഥാനമാക്കിയത്. What were the geographical features that motivated the rulers to opt Delhi as the center of their power? ഡൽഹിയെ ഈ ഭരണാധികാരികളൊക്കെ അവരുടെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എഴുതിയതോ അത് തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഈ ഇൻഡോ ഗംഗറ്റിക് പ്ലെയിൻ മുതൽ റൂളേഴ്സ് ടു ഡൽഹി വരെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഇറ്റ് വാസ് അണ്ടർ ദ ടൊമാ കിങ്സ് ഹു വർ രാജ്പുത്സ് that Delhi first became a seat of power in CE 8th century. Back then, Delhi has known as Dillika. ഇവിടെ എന്താണ് പറയുന്നത്? CE 8ാം നൂറ്റാണ്ടിൽ രജപുത്രന്മാർ എന്ന തൊമര രാജാക്കന്മാരുടെ കാലത്തായിരുന്നു ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. ബാക്ക് ദെൻ ഡൽഹി വാസ് known as Dillika. ആ കാലത്ത് ദില്ലിക എന്ന പേരിലായിരുന്നു ഡൽഹി അറിയപ്പെട്ടിരുന്നത്. ഫോളോയിങ് ദ തോമാർസ്, the Chauhan dynasty ruled Delhi. Prithviraj Chauhan was the last king of the Chauhan dynasty. തൊമര രാജാക്കന്മാരുടെ ശേഷം ചൗഹാൻ ഡൈനസ്റ്റി അഥവാ ചൗഹാൻ രാജവംശമായിരുന്നു ഡൽഹിയിൽ ഭരണം നടത്തിയിരുന്നത്. പൃഥ്വിരാജ് ചൗഹാൻ എന്ന ഭരണാധികാരിയായിരുന്നു ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവ്. മുഹമ്മദ് ഓഫ് ഗോർ defeated Prithviraj Chauhan and established his domination over Delhi. ഗോറിൽ നിന്നുള്ള മുഹമ്മദ്, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ. കുതുബ്ദീൻ ഐബക് was his commander in chief after the death of Muhammad of Ghor. Kutubuddin established his rule in
CE 1206 with Delhi as seat of power. മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ കമാൻഡർ ചീഫായ കുതുബ്ദീൻ ഐബക്ക് മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹമാണ് ഭരിച്ചിരുന്നത്. ദിസ് ഡൈനസ്റ്റി ഈസ് നൗൺ ആസ് ദി മംലൂക്ക് ഡൈനസ്റ്റി ഓർ സ്ലാവ് ഡൈനസ്റ്റി. ഈ കുതുബ്ദീൻ എസ്റ്റാബ്ലിഷ് ചെയ്ത രാജവംശത്തിൻ്റെ പേരാണ് മംലൂക്ക് ഡൈനസ്റ്റി, മംലൂക്ക് രാജവംശം അഥവാ അടിമവംശം, സ്ലാവ് ഡൈനസ്റ്റി. Four major dynasties ruled Delhi after the decline of the Mamluk dynasty and their rule lasted until CE 1526. The rulers of Delhi between CE 1206 and CE 1526 are known as sultans and the period of their reign is known as the Sultanate period. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? Four major dynasties ruled Delhi after the decline of the Mamluk dynasty and their rule lasted until CE 1526. മംലൂക്ക് ഡൈനസ്റ്റിയെ തുടർന്ന് വേറെ 4 ഡൈനസ്റ്റികൾ 1526 വരെ ഡൽഹി ഭരിച്ചിട്ടുണ്ട്. ദ റൂളേഴ്സ് ഓഫ് ഡൽഹി ബിറ്റ്വീൻ CE 1206 ആൻഡ് CE 1526 ആർ known as sultans and the period of their reign is known as the Sultanate period. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്ന് അറിയപ്പെടുന്നു. ഇവരുടെ ഭരണകാലം സുൽത്താനേറ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നു. Look at the flowchart given below. It chronologically lists the dynasties and the respective major rulers during the Sultanate period. താഴെ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് കാണാം. അവിടെയായിട്ട് സുൽത്താനേറ്റ് പീരീഡിലെ ഓരോ രാജവംശങ്ങളെയുമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ഡൈനസ്റ്റി ഏതാണ്? സുൽത്താനേറ്റ് പീരീഡിലെ ഫസ്റ്റത്തെ ഡൈനസ്റ്റി ഏതാണ്? മംലൂക്ക് ഡൈനസ്റ്റി അഥവാ സ്ലാവ് ഡൈനസ്റ്റി. ഈ ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരെല്ലാമാണ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കൂ. കുതുബ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ബാൽബൻ അല്ലെ? മംലൂക്ക് ഡൈനസ്റ്റി സ്ഥാപിച്ചത് കുതുബ്ദീൻ ഐബക്കാണ്. കൂട്ടുകാരെ, അടുത്ത ഡൈനസ്റ്റി ഏതാണ്? അതെ, ഗൽജി ഡൈനസ്റ്റി അല്ലെ? ഗൽജി ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ ആരാണ്? അലാവുദ്ദീൻ ഗൽജി. ഗൽജി ഡൈനസ്റ്റി, അലാവുദ്ദീൻ ഗൽജി. ഇനി അടുത്ത ഡൈനസ്റ്റി ഏതാണ്? അതെ, തുഗ്ലക് ഡൈനസ്റ്റി. മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കുമാണ് തുഗ്ലക് ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ്. ആരൊക്കെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. അടുത്ത ഡൈനസ്റ്റി ഏതാണ്? അതെ, സയ്യിദ് ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളറാണ് ഗിസിർ ഖാൻ. ആരാണ്? ഗിസിർ ഖാൻ. ഇനി സുൽത്താനേറ്റ് പീരീഡിലെ ലാസ്റ്റ് ഡൈനസ്റ്റി ഏതാണ്? അതെ, ലോധി ഡൈനസ്റ്റി ആണ് സുൽത്താനേറ്റ് പീരീഡിലെ അവസാനത്തെ ഡൈനസ്റ്റി. ലോധി ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ ആരാണ്? അതെ, ഇബ്രാഹിം ലോധി. ആരാണ്? ഇബ്രാഹിം ലോധി. ലോധി ഡൈനസ്റ്റി, ഇബ്രാഹിം ലോധി. അപ്പൊ സുൽത്താനേറ്റ് പീരീഡിൽ ആകെ 5 ഡൈനസ്റ്റികളാണ് ഭരിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഡൈനസ്റ്റികളാണ്? ഫസ്റ്റത്തെ ഡൈനസ്റ്റി മംലൂക്ക് ഡൈനസ്റ്റി, രണ്ടാമത്തത് ഗൽജി ഡൈനസ്റ്റി, മൂന്നാമത്തെ തുഗ്ലക് ഡൈനസ്റ്റി. ഏതാണ്? തുഗ്ലക് ഡൈനസ്റ്റി. അടുത്തതോ സയ്യിദ് ഡൈനസ്റ്റി. അതായത് 4ാമത്തെ ഡൈനസ്റ്റി ഏതാണ്? സയ്യിദ് ഡൈനസ്റ്റി. ഇനി 5ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സുൽത്താനേറ്റ് പീരീഡിലെ ലാസ്റ്റ് ഡൈനസ്റ്റി ഏതാണ്? ലോധി ഡൈനസ്റ്റി. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായി പഠിയും. അപ്പം ഇതുപോലെ പഠിക്കുക. പിന്നെ ഈ റൂളേഴ്സിൻ്റെ പേരും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എല്ലാവരും അടുത്ത പേജ് എടുക്കൂ. അവിടെ ഒരു ടേബിൾ ഉണ്ടല്ലോ, നോക്കൂ. Complete the table given below based on the flow chart.
ആ ഫ്ലോ ചാർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ടേബിൾ ഒന്ന് പൂരിപ്പിക്കാനാണ് നമ്മളോട് പറയുന്നത്. ആദ്യത്തെ കളിയിൽ എന്താണ്? ഡൈനസ്റ്റീസ് ഓഫ് ദി സുൽത്തനേറ്റ് പീരീഡ്. സുൽത്തനേറ്റ് പീരീഡിലെ ഡൈനസ്റ്റികളാണ് എഴുതേണ്ടത് അവിടെ. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ മേജർ റൂളേഴ്സ്, അതിലെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെയാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ മംലൂക്ക് ഡൈനസ്റ്റി എന്ന് എഴുതിയിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ എഴുതണ്ടേ? സ്ലാവ് ഡൈനസ്റ്റി. ഇനി മേജർ റൂളേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, കുത്തുബ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ബാൽബൻ അല്ലേ. ഇനി ഡൈനസ്റ്റീസ് ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ രണ്ടാമത്തെ ഡൈനസ്റ്റിയുടെ പേര് എഴുതണം. ഏതാണ് രണ്ടാമത്തെ ഡൈനസ്റ്റി? അതെ, ഗൽജി ഡൈനസ്റ്റി അല്ലേ. ഇനി മേജർ റൂളേഴ്സിലെ ഗൽജി ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ ആരാണ്? അതെ, അലാവുദ്ദീൻ ഖൽജിയാണ്. അപ്പൊ അലാവുദ്ദീൻ ഖൽജി എന്ന പേര് അവിടെ എഴുതി കൊടുക്കൂ. ഇനി അടുത്ത കോളത്തിൽ സുൽത്താനേറ്റ് പീരീഡിലെ മൂന്നാമത്തെ ഡൈനസ്റ്റിയുടെ പേര് എഴുതൂ. ഏതാണ്? തുഗ്ലക് ഡൈനസ്റ്റി. എന്നിട്ട് മേജർ റൂളർ ആരായിരുന്നു അത് എഴുതുക. എന്നിട്ട് നാലാമത്തെ ഡൈനസ്റ്റിയുടെ പേര് എഴുതുക. അങ്ങനെ എഴുതി പോവൂ. ആ ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് എഴുതൂ. നിങ്ങൾ ആ ടേബിളൊക്കെ പൂരിപ്പിച്ചോ? ഇനി അടുത്തതായി നോക്കൂ. ലെറ്റ് us discuss the expansion of power of the Delhi Sultans to other parts of the Indian subcontinent. ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൽതുമിഷ് was the ruler who assumed power after Qutbuddin. He conquered Multan, Lahore, Bengal, etc. He introduced a uniform monetary system in the regions under his control. കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം ഭരണത്തിലെത്തിയത് ഇൽതുമിഷ് എന്ന ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നീ സ്ഥലങ്ങൾ കീഴടക്കി. പിന്നെയോ he introduced a uniform monetary system in the regions under his control. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലുള്ള എല്ലാ പ്രദേശത്തും ഒരേപോലുള്ള യൂണിഫോം മോണിറ്ററി സിസ്റ്റം കൊണ്ടുവന്നു. തങ്ക ആൻഡ് ജിതൽ were the newly introduced coins. അദ്ദേഹം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ് ആണ് തങ്ക ആൻഡ് ജിതൽ. അദ്ദേഹത്തിൻ്റെ കോയിൻസിൻ്റെ പേരെന്തൊക്കെയാണ്? തങ്ക ആൻഡ് ജിതൽ. ഒന്നിൻ്റെ പേര് തങ്ക, രണ്ടാമത്തേന് ജിതൽ. നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾക്കിപ്പോൾ ഇൽതുമിഷ് എന്തൊക്കെയാണ് തൻ്റെ ഭരണത്തിലൂടെ ചെയ്തത് എന്നൊക്കെ മനസ്സിലായോ? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇൽതുമിഷ് എന്ന് എഴുതിയിട്ട് ഇപ്പോൾ നമ്മൾ വായിച്ചില്ലേ, അത് എഴുതുക. ഏത് മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി മുതൽ കോയിൻസ് വരെ നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇൽതുമിഷ് പിടിച്ചെടുത്ത കുറച്ച് സ്ഥലങ്ങളില്ലേ, മുൾട്ടാനും ലാഹോറും ബംഗാളും, അതിന് മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കിയേ. ദേ ഇവിടെ ആ മാപ്പ് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ഓറഞ്ച് മാർക്ക് ചെയ്തതൊക്കെ നമ്മൾ ഇൽതുമിഷ് കീഴടക്കിയ പ്രദേശങ്ങളാണ്. ഏതൊക്കെയാണ്? മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. ഓക്കെ. ഇനി ഇവിടെ ആയിട്ട് സുൽത്താന റസിയ എന്ന് പറഞ്ഞിട്ട് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Sultana Razia was the only woman ruler of the Delhi Sultanate. She was the daughter of Iltutmish. She lost her power owing to the protest from some nobles. സുൽത്താന റസിയ സുൽത്താനേറ്റ് പീരീഡിലെ ഏക വുമൺ റൂളറാണ്. ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ഇൽതുമിഷ്. ഇൽതുമിഷിന്റെ മകളായിരുന്നു സുൽത്താന റസിയ. ഷീ ലോസ്റ്റ് ഹെർ പവർ ഓവിങ് ടു ദി പ്രൊട്ടസ്റ്റ് ഫ്രം സം നോബിൾസ്. പല പ്രമുഖന്മാരും ഈ സുൽത്താന റസിയയുടെ ഭരണത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ സുൽത്താന റസിയക്ക് തന്റെ ഭരണം നഷ്ടപ്പെട്ടു. ബാബൻ വാസ് ദി മേജർ റൂളർ ഹു റോസ് ടു പവർ ആഫ്റ്റർ ദ റെയിൻ ഓഫ് ഇൽതുമിഷ്. ഇൽതുമിഷിന്റെ ഭരണത്തിന് ശേഷം ഡൽഹി ഭരിച്ച സുൽത്താനായിരുന്നു ബാൽബൻ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചതിൽ വെച്ച് ഞാൻ കുറച്ച് ചോദ്യോത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. ദ ഇയർലി നെയിം ഓഫ് ഡൽഹി. ഡൽഹിയുടെ പഴയ പേരെന്താണ്? ആൻസർ ദില്ലിക. എന്താണ്? ദില്ലിക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ദ ഫസ്റ്റ് ഡൈനസ്റ്റി ദാറ്റ് മെയ്ഡ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഡൽഹിയെ ആദ്യം ഭരിച്ച
ഡൈനസ്റ്റി ഏതായിരുന്നു? ഏതാണ്? തൊമർ ഡൈനസ്റ്റി. ഏതാണ്? തൊമർ ഡൈനസ്റ്റി. ഇനി അടുത്ത ചോദ്യം, ദ ഡൈനസ്റ്റി ദാറ്റ് ഫോളോഡ് ദ തൊമർ ഡൈനസ്റ്റിയുടെ ശേഷം ഡൽഹി ഭരിച്ച ഡൈനസ്റ്റി ഏതാണ്? ഏതാണ്? ചൗഹാൻ ഡൈനസ്റ്റി. വിച്ച് ചൗഹാൻ ഡൈനസ്റ്റി? ഇനി ദ ലാസ്റ്റ് കിങ് ഓഫ് ചൗഹാൻ ഡൈനസ്റ്റി. ചൗഹാൻ ഡൈനസ്റ്റി ഭരിച്ച അവസാനത്തെ രാജാവ് ആരായിരുന്നു? ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. ആര്? പൃഥ്വിരാജ് ചൗഹാൻ. അടുത്ത ചോദ്യം, ദ റൂളർ ഓഫ് ഗോർ ഹു എസ്റ്റാബ്ലിഷ്ഡ് ഡൊമിനേഷൻ ഓവർ ഡൽഹി. എന്താണ്? ഡൽഹിയിൽ ആധിപത്യം സ്ഥാപിച്ച ഗോർ ഭരണാധികാരി ആരാണ്? ആരാണ്? അതെ, മുഹമ്മദ് ഓഫ് ഗോർ. മുഹമ്മദ് ഓഫ് ഗോർ. ഇനി അടുത്ത ചോദ്യം, ദ ഡൈനസ്റ്റി ദാറ്റ് കുതുബ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ്. കുതുബ്ദീൻ ഐബക്കിന്റെ ഡൈനസ്റ്റി ഏതായിരുന്നു? അതെ, മംലൂക്ക് ഡൈനസ്റ്റി. വിച്ച് മംലൂക്ക് ഡൈനസ്റ്റി? ഇനി അടുത്ത ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി സുൽത്തനേറ്റ് പീരീഡ്. സുൽത്തനേറ്റ് പീരീഡിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതാം? മുഹമ്മദ് ദ റൂളർ ഓഫ് ഗോർ ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഡൊമിനേഷൻ ഓവർ ഡൽഹി. അത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം അല്ലേ. ഈ മുഹമ്മദ് ഓഫ് ഗോർ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് അദ്ദേഹത്തിനായിട്ടുള്ള ഒരു ഭരണം ഡൽഹിയിൽ സ്ഥാപിച്ചു. പിന്നെയോ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോർ, കുതുബ്ദീൻ എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് റൂൾ ഇൻ CE 1206 വിത്ത് ഡൽഹി ആസ് ദി സീറ്റ് ഓഫ് പവർ. എന്നിട്ടോ, ഈ മുഹമ്മദ് ഓഫ് ഗോറിന്റെ മരണത്തിന് ശേഷം കുതുബ്ദീൻ ഐബക്ക് തന്റെ റൂൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി എന്തെഴുതാം? His dynasty was known as the Mamluk dynasty or Slav dynasty. അദ്ദേഹത്തിന്റെ ഡൈനസ്റ്റിയുടെ പേരായിരുന്നു മംലൂക്ക് ഡൈനസ്റ്റി അല്ലെങ്കിൽ അടിമവംശം. ഇനി എന്തെഴുതാം? ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദി മംലൂക്ക് ഡൈനസ്റ്റി, 4 other dynasties ruled Delhi till CE 1526. They were Ghalji dynasty, Tughlaq dynasty, Sayyid dynasty and Lodi dynasty. 1526 വരെ മംലൂക്ക് ഡൈനസ്റ്റിക്ക് ശേഷം 4 ഡൈനസ്റ്റികൾ ഡൽഹി ഭരിച്ചിട്ടുണ്ട്. അവ ഗൽജി ഡൈനസ്റ്റി, തുഗ്ലക് ഡൈനസ്റ്റി, സെയ്ദ് ഡൈനസ്റ്റി, ലോധി ഡൈനസ്റ്റി എന്നിവയാണ്. Those rulers were known as sultans and the period of their reign is known as the Sultanate period. അവരെ അറിയപ്പെടുന്ന പേരാണ് സുൽത്താൻമാർ. അവരുടെ ഭരണകാലത്തെ അറിയപ്പെടുന്ന കാലമാണ് സുൽത്താനേറ്റ് പീരീഡ്. അപ്പൊ അടുത്ത ക്ലാസ് വരുന്നത് വരെ ബൈ. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.